من ثنيات المأدى وأجاب شكر علينا ما دعا علي إذا طلع البدر علينا من ثنيات الوداع وأجاب شكر علينا ما دعا للإله ಸಾವಿರ ವಿದ್ವಾಂಸರ ಗುರುವರಿಯಂ ಅಂತಾರಾಷ್ಟ್ರೀಯ ಮಟ್ಟದಲ್ಲಿ ಖ್ಯಾತಿವೆತ್ತ ಶೈಖುನಾ ತಾಜುಲ್ ಉಲಮಾ ಅಸಯ್ಯಿದ್ ಅಬ್ದುಲ್ ರಹಮಾನ್ ಅಲ್ ಬುಖಾರಿ ತವ್ವಲಲ್ಲಾಹು ಉಮ್ರಹು ಮಅ ಸಿಹ್ಹತಿ ವಲ್ ಆಫಿಯಾ ತಾಜುಲ್ ಉಲಮಾರ ಪ್ರೀತಿಯ ಮಗ ಕರ್ನಾಟಕ ಕೇರಳದಲ್ಲಿ ಮಾತ್ರವಲ್ಲದೆ ಅಂತಾರಾಷ್ಟ್ರೀಯ ಮಟ್ಟದಲ್ಲಿ ಪ್ರಸಿದ್ಧಿಯಾದ ಶೈಖುನಾ ಸಯ್ಯಿದುನಾ ಕೂರತ್ತಂಗಲ್ ನಮ್ಮ ಈ ವೇದಿಕೆಗೆ ಆಗಮಿಸಿದ್ದಾರೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್. സഹോദരന്മാര്, നാം പറഞ്ഞ ആ സ്ഥലത്തിന്റെ ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള ആളുകളൊക്കെ നിങ്ങളാ കഴിയുന്ന നിലക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ടവരോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ 2 ഏക്കർ സ്ഥലം നമുക്ക് വാങ്ങണം. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ സെന്റുകളും 1 സെന്റും 2 സെന്റൊക്കെ ഏറ്റെടുത്ത് സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആളുകളും ഇൻഷാ അല്ലാഹ് സമാപന ദിവസം നമ്മുടെ പരിപാടി സമാപിക്കുമ്പോൾ 2 ഏക്കർ സ്ഥലവും അൽഹംദുലില്ലാഹ് ഇവിടെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന സന്തോഷം നമുക്കുണ്ടാവണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ കൂറത്ത് തങ്ങളവர்கள் നമ്മളെ സരസിലെത്തി. അല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ആ കാര്യം അല്ലാഹു എളുപ്പത്തിൽ പൂർത്തിയാക്കി തരട്ടെ. പിന്നെ ഇവിടെ ഇൻഷാ അല്ലാഹ് സരസിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങളവர்கள் മന്ത്രിച്ച തേൻ പിന്നീട് ഇവിടെ തരും. അതേപ്രകാരം തന്നെ ഉമ്മമാരെ സരസിലേക്ക് ഒരു കവർ കൊടുത്തയക്കുന്നുണ്ട്. നിങ്ങൾ കവർ എടുക്കുന്ന വേണ്ട, അൽമദീനന്റെ പേരിലുള്ള നല്ല ഒരു കവർ ഇൻഷാ അല്ലാഹ് കൊടുക്കുന്നുണ്ട്. ആ കവർ നിങ്ങളൊക്കെ വാങ്ങിയിട്ട് നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ എഴുതിയിട്ട് ആ കവറിൽ ഇൻഷാ അല്ലാഹ് ഒരു നല്ല സംഖ്യ നാളെ രാത്രിയും വരും ഇൻഷാ അല്ലാഹ്. നാളെ രാത്രിയും ഇവിടെ സ്വലാത്തും ഇവിടെ ഉത്ബോധനവും ദിക്റൊക്കെ ദുആയൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ആ സദസ്സിലേക്ക് വരുമ്പോൾ എല്ലാ ഉമ്മമാരും വളരെ നല്ല ഖൈറായ സംഖ്യ ഈ കവറിലിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു 500, അതിനേക്കാൾ ഏറെ എത്രയാകാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ നിങ്ങൾ എല്ലാവരും എല്ലാ ഉമ്മമാരും ഈ കവർ വാങ്ങി സഹകരിക്കണം. എല്ലാവരും നാളെ ഇങ്ങോട്ട് എത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കയ്യിൽ ഈ ആവശ്യത്തിന് വേണ്ടി 5000 റുപ്യ ഒരാൾ പേര് പറയാതെ ഒരാൾ കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ഒരു സന്തോഷ വാർത്ത. നമ്മളെ ഹമീദ് പഠിക്കൽ നേരത്തെ 1 സെന്റാണ് പറഞ്ഞത്. അത് 1 സെന്റ് അല്ല, അതിന് 9 കൂട്ടി 10 സെന്റ് ആക്കി. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതാണ് അല്ലാഹു തആല ഖൽബ് തുറന്നു കൊടുക്കൽ. അങ്ങനെയാ ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട സയ്യിദിന തങ്ങൾ വന്ന് കയറുമ്പോൾ കുറേയും കൂടി അള്ളാഹു തുറന്നു വന്നു. അങ്ങനെയാണല്ലോ ഓരോ സമയത്ത് തുറക്കും. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ ഖബറിലുള്ള ആളുകളെ ഇരുളാൽ നുറക്കപ്പെട്ടിരുന്നു. ഈ ഖബറിന്റെ ഉള്ളിൽ ഇരുട്ടത്ത് അദാബ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഖബറിന്റെ അടുത്ത് ദ്വാരന്നപ്പോൾ ഈ ഖബറുള്ള മുഴുവൻ ആളുകൾക്കും അവരുടെ ഖബറിന് വെളിച്ചം കൊടുക്കപ്പെട്ടു, വെളിച്ചം നൽകി ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അതുപോലെ ഹബീബായ റസൂലുള്ളാഹിന്റെ 39ാമത്തെ പേരക്കുട്ടിയാണ്. താജുൽ ഉലമാ റസൂലുള്ളാഹി തങ്ങളുടെ 38ാമത്തെ മകനാണ്, പേരക്കിടാവാണ്. 39ാമത്തെ പേരക്കുട്ടിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ സയ്യിദ് ഫളൽ കോയമ്മ തങ്ങൾ. അല്ലാഹു ആഫിയത്തും ഹിമ്മത്തും ശക്തിയും എല്ലാ നിലക്കുള്ള ഉയർച്ചയും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. മനസ്സിന് സമാധാനം കൊടുക്കട്ടെ. പാപ്പയുടെ അസുഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലേ, വാർദ്ധക്യമുണ്ടാകുമ്പോൾ, വയസ്സുണ്ടാകുമ്പോൾ, അതുകൊണ്ടാണല്ലോ ഖുർആൻ നമ്മളോട് പറഞ്ഞു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദു ഔ കിലാഹുമാ. ഖുർആൻ പറഞ്ഞു, ഉമ്മയും വാപ്പയും അല്ലെങ്കിൽ 2 പേരും അല്ലെങ്കിൽ 2 നിങ്ങളെടുക്കൽ വയസ്സായിട്ട് എത്തിച്ചാൽ, വയസ്സായിട്ട് എത്തിച്ചു എന്ന് പറഞ്ഞാൽ വളരെയേറെ വാർദ്ധക്യം സംഭവിച്ചു. പിന്നെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ
നമുക്ക് ചെയ്തു കൊടുക്കാൻ നമ്മൾ ഉമ്മന്റെ ഉപ്പന്റെ കാലിന്റെ ഇടയിൽ തന്നെ കുത്തിരിക്കേണ്ടി വരും. അവർക്ക് എന്ത് ചെയ്തു കൊടുത്താലും മതിയാവുകയില്ല. അത്രയും പ്രായമുള്ള സമയത്ത് അവരെ ഖിദ്മത്ത്, അവരെ പരിപാലിക്കുന്ന കാര്യം നിങ്ങൾ ഏറ്റെടുക്കണം. അവരോടൊന്നും പറയാൻ പാടില്ല, അവരെ ഒരു നിലക്കും വേദനിപ്പിക്കാൻ പാടില്ല. വഖുല്ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മത്തി. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വളരെ സമാധാനിപ്പിക്കുന്ന, സന്തോഷിക്കുന്ന ആദരവിന്റെ വാക്കല്ലാതെ പ്രായമുള്ള ഉമ്മയോട് ചിലപ്പോൾ ഓർമ്മശക്തി കുറയും. പറഞ്ഞത് തന്നെ ചിലപ്പോൾ പറയും, നമ്മൾ പോയി കൊണ്ടുകൊടുത്താലും കൊടുത്തിട്ടില്ലെന്ന് പറയും, നമ്മ എപ്പോഴും നോക്കിയാലും നോക്കിയിട്ടില്ലെന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ഇതെന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, ഞാൻ ഇപ്പല്ലേ നിങ്ങളെ നോക്കിയിട്ട് പോയത്, ഇപ്പല്ലേ നിങ്ങളെ കണ്ടിട്ട് പോയത് എന്നൊന്നും അവരോട് പറയാതെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മക്കളായ നമുക്ക് അല്ലാഹു തആല വലിയ സ്ഥാനം, വിലയും നിലയും നൽകാൻ വേണ്ടി അല്ലാഹു തആല ഉമ്മവാപ്പാന്മാരെ ഖിദ്മത്ത്, അവരെ സേവനങ്ങൾ നമ്മളെ കൊണ്ട് അല്ലാഹു ചെയ്യിപ്പിച്ചേക്കാം. ആ നിലക്ക് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾക്ക് 93ഓളം വയസ്സുണ്ട്. അർഹമുർ റഹീമായ റബ്ബ് ആ വയസ്സ് ഇവിടെ ബഹുമാനപ്പെട്ടവർക്ക് കൊടുത്തപ്പോൾ നമ്മൾക്കൊക്കെ സുന്നത്ത് ജമാഅത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞു. ഒരിക്കൽ എന്നോട് റൂമെന്ന് ചോദിച്ചു, 2 വർഷം മുമ്പ്, എൻ്റെ വാപ്പമാരും വാപ്പൻ്റെ വാപ്പമാരൊക്കെ 60-70 ഇടയിൽ മരിച്ചിട്ടുണ്ട്. ഞാനെന്താണ് സൈദി ഇങ്ങനെ എൻ്റെ ആയുസ്സ് അല്ലാഹു നീട്ടിക്കൊണ്ടുപോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ വല്ലാത്ത സങ്കടപ്പെട്ടു പോയി. ആ സമയത്ത് പറഞ്ഞു, നിങ്ങൾ ബേജാറാവണ്ട, ഞാൻ എന്താണ് ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങളോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളെയൊക്കെ സുന്നത്ത് ജമാഅത്തിൽ പിടിച്ചു നിർത്താനും സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം ഈ ലോകത്ത് ആരുടെയും മുമ്പിൽ അടിയറ വെക്കാതെ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താനും ഞങ്ങൾക്ക് വഴികാട്ടിത്തരാനാണ് അല്ലാഹു ഓർക്ക് ഇത്രയും ആയുസ്സും ആഫിയത്തും തന്നത് എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, അത് നല്ലതാണല്ലോ, അല്ലാഹു ആ നിലക്ക് ആകട്ടെ എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ നീണ്ട കാലം നമുക്ക് അവിടുത്തെ വലിയ നേതൃത്വം നൽകുന്നു. ഇപ്പോൾ അല്പം ക്ഷീണമുണ്ട്, നമ്മളോട് എപ്പോഴും ഒരുപോലെ സംസാരിക്കാനും ബന്ധപ്പെടാനും കഴിയുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയപ്പോൾ ആദ്യം എന്നെ പരിചയപ്പെടുന്നില്ല, പിന്നെയും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളെ മറന്നതാണ് ഇപ്പോൾ ഓർമ്മയായി. ഹുസൈൻ സൈദി അല്ലേ, കേസീറോട് അല്ലേ നിങ്ങോട്ട് ചോദിച്ചു. ചിലപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ ഓർമ്മ വരുന്നില്ല, ഓർമ്മ കുറയുമല്ലോ സുഹൃത്തുക്കളെ പ്രായം വരുമ്പോൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മ ശക്തി കൊണ്ട്, അല്ലാഹു ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ തണൽ അല്ലാഹു നമുക്ക് നൽകട്ടെ. ഏതെങ്കിലും ശത്രുക്കൾ, ഏതെങ്കിലും വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലും മെസ്സേജ് മുഖേനയോ മൊബൈൽ മുഖേനയോ, ഏതെങ്കിലും തിരിയാത്തവർ, ഏതെങ്കിലും ജഹാലത്തിൽപ്പെട്ടവർ, ഏതെങ്കിലും ആഖിബത്ത് മോശമാവാൻ അല്ലാഹു വിരിച്ച ആളുകൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ നമ്മളത് കേട്ട് ബേജാറായി പോകണ്ട. പലരും പലപ്പോഴും പലതും പറഞ്ഞ് ബേജാറാക്കുന്നവരെ കാണാം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ കൊണ്ട് നമ്മളെ പരീക്ഷിച്ചേക്കാം, നമ്മളെ ഈമാൻ അല്ലാഹു പരീക്ഷിച്ചേക്കാം. ചിലപ്പോൾ അവർക്ക് അല്പം ഓർമ്മശക്തി കുറച്ച് ആ അവസ്ഥയിൽ നമ്മളെ മുമ്പിൽ നിർത്തി നമ്മളെന്ത് പറയുന്നു, നമ്മളെ നിലക്ക് കാണുന്നു എന്ന് അല്ലാഹു നമ്മളെ പരീക്ഷിച്ചേക്കാം. അവിടൊക്കെ നമുക്ക് വിജയിക്കാൻ കഴിയണം. വേണ്ടാത്തതെന്തെങ്കിലും തോന്നിപ്പോയാൽ, പറഞ്ഞു പോയാൽ, ചിന്തിച്ചു പോയാൽ അതൊക്കെ വലിയ നാശത്തേക്കെത്തും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു, പഠിക്കൽ ഹമീദ് ഇവിടെ 10 സെന്റ് സ്ഥലം ഏറ്റെടുത്ത റഹ്മാനുർ റഹീമായ റബ്ബേ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ മഈശത്തിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും എല്ലാം നീ ബറക്കത്ത് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഒരു നിലക്കും നീ ചുരുക്കിക്കളയല്ലേ റബ്ബേ. എല്ലാ ഖൈറിന്റെ വഴികളും നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഓരോ കുട്ടികൾ ഓരോന്ന അക്ഷരത്തിന്റെ എണ്ണം കൊണ്ട് ഈ ഹമീദിനും അതുപോലെ ഇതിനോട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും റബ്ബേ നീ നന്മ വർദ്ധിപ്പിക്കണേ റഹ്മാനെ, തിന്മകൾ മായിക്കണേ റഹ്മാനെ. അതുപോലെ ഒരുപാട് ആളുകൾ 10,000, 5,000, 500, 1,000 ഒക്കെ ഇവിടെ ഈ ആവശ്യത്തിന് വേണ്ടി പറഞ്ഞ ലിസ്റ്റുകൾ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ബറക്കത്ത് കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. പലരും ഈ സ്ഥാപനത്തിന് വേണ്ടി ഇതിന്റെ തുടക്കം മുതൽ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ബഹുമാനപ്പെട്ട സയ്യിദുനാ തങ്ങളവர்கள் ദ്വാരക്കും, തങ്ങളുടെ ദ്വായിൽ ഇൻഷാ അല്ലാഹ് എല്ലാം ഉൾപ്പെടുത്തും. ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ തങ്ങളുടെ അടുത്ത് ദ്വാരക്കാൻ വേണ്ടി കൊടുത്തിട്ട് എനിക്ക്
എൻ്റെ മൂത്രത്തിൻ്റെ ഒരു കടച്ചൽ എനിക്കുണ്ടായിരുന്നു. വേറെല്ലാം തങ്ങ ദ്വാരുന്നു. ഞാൻ ബേജാറായി, യാ അല്ലാ എൻ്റെത് പറഞ്ഞില്ലല്ലോ. ഒരാൾ പറഞ്ഞാണ്. അവസാനം നോക്കുമ്പോൾ ഉസ്താദ് എൻ്റെതും പറഞ്ഞു, മൂത്രത്തിൽ വേദനയുള്ളവർക്കൊന്ന് ശിവ കൊടുക്കണേ റബ്ബേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ചിലപ്പോൾ എല്ലാവരും പലരും പറയും, ചില ആൾ മനസ്സിലാക്കും ശിഫ കൊടുക്കണേ റഹ്മാനെ എന്ന് പറഞ്ഞെങ്കിൽ മതിയല്ല, എല്ലാം ശിഫായില്ലേ. അത് പറ്റൂല. ചില മനുഷ്യന്മാർ അവർ തന്നെ കാക്കുന്നുണ്ടാവും, എൻ്റെത് 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 എൻ്റെത്. അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ ഇൻഷാ അല്ലാഹ് എല്ലാം ഉൾപ്പെടുത്തി ഇവിടെ ദ്വാരക്കും. അള്ളാഹു തആല എല്ലാം ശിഫയാക്കി കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇതിൻ്റെ വാലണ്ടിയർമാർ, പ്രവർത്തകന്മാർ, സഹകാരികൾ, ഇതിനു വേണ്ടി രാത്രി പകലും മെനക്കെട്ടവർ, ഇതിനു വേണ്ടി പോസ്റ്ററുകൾ, ബാനറുകൾ, അപ്രകാരം എന്തൊക്കെ ഏതെല്ലാം നിലക്ക് അൽ മദീനയുടെ ശബ്ദം ലോകത്തിന്റെ മുമ്പിൽ എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അല്ലാഹുവേ അവർക്ക് മുഴുവനും ഈ ഇരിക്കുന്ന സാദാത്യങ്ങളെ ബർക്കത്ത് കൊണ്ട്, സ്ഥാപനത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ സ്ഥാനം കൊണ്ട് റബ്ബേ എല്ലാവർക്കും നീ ബർക്കത്ത് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഖൂറ തങ്ങളുടെ സ്ഥാപനത്തിന്റെയും അതുപോലെ ജാമിയ സഅദിയ ഇവിടുത്തെ സ്ഥാപനത്തിന്റെ കലണ്ടറുകൾ ഈ സരസിൽ കൊടുക്കും. അതിന് ചെറിയ പൈസയാണല്ലോ, ആയിരക്കണക്കിന് സെന്റിന്റെ പൈസ ഒന്നുമില്ല. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ ഒരു കലണ്ടർ ഞങ്ങൾക്ക് കിട്ടീനി, വേറെ കിട്ടീനി എന്ന് പറയാതെ ആ കിട്ടിയതിൻ്റെ ഒക്കെ ഒന്നും കൂടി വാങ്ങി ഇൻഷാ അല്ലാഹ് സഅദിയന്റെ കലണ്ടറിന്റെ ഫസ്റ്റ് പേജിൽ ഫെബ്രുവരിന്റെ സമ്മേളനത്തിന്റെ പരസ്യമുണ്ട്. 7, 8, 9 ഇൻഷാ അല്ലാഹ് അൽമദീന്റെ സമ്മേളനം കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും സഅദിയന്റെ സമ്മേളനമാണ് പിന്നെ വിജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങേണ്ടത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് എല്ലാ സ്ഥലത്തും അൽമദീന എവിടെയെല്ലാം പ്രചരണ പരിപാടി നടത്തിയിട്ടുണ്ട് അവിടെ ബഹുമാനപ്പെട്ട ശൈഖുന അബ്ബാസ് ഉസ്താദ് അൽമദീന പറയുന്നതിനേക്കാൾ മുമ്പ് ജാമിയ സഅദിയെ എം എ ഉസ്താദിനെ പറഞ്ഞിട്ടാണ് ഉസ്താദ് പരിചയപ്പെടുത്തിയത്. അൽഹംദുലില്ലാ. അല്ലാഹു തആല ആ ഒരു സ്വഭാവം നമ്മുടെ തലമുറയിൽ ഇനിയും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതാണ് മഹാന്മാർ നമുക്ക് കാണിക്കുന്നത്. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ദുബായിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ ആദ്യമായി പറഞ്ഞത് സഅദിയ സമ്മേളനത്തിന്റെ പ്രചരണം അവിടെ വെച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ നേതാക്കൾ, അതാണ് നമ്മൾ അവിടുത്തെ ശിഷ്യന്മാരും സംഘടനാ പ്രവർത്തകന്മാരൊക്കെ സ്വീകരിക്കേണ്ട മാതൃക അതാണ്. ആ നിലക്ക് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ അഷ്റഫ് കൽക്കട്ട് 1 സെന്റ് സ്ഥലം കിട്ടുന്നത് വേണ്ടി വിടുന്ന മനസ്സിലാക്കിയിട്ടാണ് ഇൻഷാ അല്ലാഹ് തങ്ങൾക്ക് വേണ്ടി വേദി വിട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ തങ്ങൾ ഈ സ്ഥലവും മറ്റുള്ള കാര്യങ്ങൾ ആക്കാൻ വേണ്ടി നമുക്ക് നേരത്തെ പൊരുത്തും ഇജാസത്തും തന്നതാണ്. റഹ്മാനുർ റബ്ബി അഷ്റഫ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും മഈശത്തിലും വരുമാനത്തിലും നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. മക്കളെ ബർക്കത്ത് നൽകണേ റഹ്മാനെ. മുതഅല്ലിമീങ്ങളെ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഐശ്വര്യം കൊടുക്കണേ റബ്ബേ. പ്രയാസങ്ങൾ കൊടുക്കല്ലേ റബ്ബേ. ലക്ഷങ്ങളും ആയിരങ്ങളും ആസ്പത്രിയിലും മെഡിക്കലിലും കൊണ്ടുപോകുന്ന രോഗങ്ങളാണ് റബ്ബേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിന് വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന ഞങ്ങളോടൊപ്പമുള്ള ഒരാൾക്കും ആ നിലക്കുള്ള മാരകമായ രോഗം കൊണ്ട് നീ പരീക്ഷിക്കല്ലേ റബ്ബേ. അപകടത്തിലാക്കല്ലേ അല്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ കൽക്കട്ട മൻസൂർ 5000 ഉറുപ്പിക റഹ്മാനുർ റബ്ബേ മൻസൂറിനും കുടുംബത്തിനും ജീവിതത്തിലൊക്കെയും ഒരുപാട് 5000 10,000 കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ദിക്ർ കഴിയുമ്പോൾ ലിസ്റ്റ് തയ്യാറാവണം. ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ ദ്വാരക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ബർക്കത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആഫിയത്തും റാഹത്തും സന്തോഷവും ഹലാലായ മുറാദുകളൊക്കെ ഹസലായി കൊടുക്കട്ടെ. ഇനിയും സ്ഥാപനങ്ങളെ സഹായിക്കാനുള്ള നല്ല കഴിവും ഇസ്സത്തും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സ്വലാത്തിന്റെ മജ്ലിസിൽ സ്വലാത്തും ബദറും മൗലൂദിൽ ഓതിയിട്ട് ബദരീങ്ങൾ അസ്മാഉൽ ബദറൊക്കെ ഓതിയിട്ട് ഊതിയ ഒരു തേനിന്റെ കുപ്പി. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട അബൂബക്കർ ഹാജിക്ക് US അബൂബക്കർ ഹാജിക്ക് ബഹുമാനപ്പെട്ട സയ്യിദുന ഖൂറ തങ്ങളവറുകൾ ഇത് കൊടുത്ത് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. സരസിൽ ഇൻഷാ അല്ലാഹ് വരുമ്പോൾ നിങ്ങളും വാങ്ങിയിട്ട് കഴിയുന്ന സ്വതക്ക കൊടുത്ത് സ്ഥാപനത്തെ സഹായിക്കേണ്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ സമ്മേളന സോവനീറുകളുണ്ട്, ഷീഡികളുണ്ട്, മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് സ്ഥാപനത്തിന് ഇടക്കിടക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പോകുമ്പോൾ ഒരു കോപ്പി കയ്യിൽ സ്വീകരിച്ചു കൊണ്ടുപോകണം. എല്ലാവരും അൽ മദീന എന്ന ഓർമ്മ ഉണ്ടാവണം. അൽ മദീനയുടെ ബർക്കത്ത് കൊണ്ട് അൽ മദീനത്തുൽ മുനവ്വറയിലേക്ക് ഹബീബായ റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക്
നമ്മളെല്ലാവരും അള്ളാഹു എത്തിപ്പിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റഹ്മാനുറഹീമായ റബ്ബേ, ഈ മജ്ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മജ്ലിസ് റബ്ബേ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് സന്തോഷത്തോടെ നോക്കുന്ന ഞങ്ങളെ മജ്ലിസിനെ ഏറ്റെടുക്കുന്ന മജ്ലിസാക്കണേ റഹ്മാനെ. എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളും ഉള്ളവരാണോ ഈ മജ്ലിസിൽ വന്നിട്ടുള്ളത്, അതിനൊക്കെ നീ തിരിച്ചു പോകുമ്പോൾ സമാധാനം നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണേ റബ്ബേ, തടസ്സങ്ങൾ നീക്കണേ റബ്ബേ. കേസുകളിൽ കുടുങ്ങിയവരുണ്ട് അല്ലാ, നാട്ടിലുണ്ട്, ഗൾഫിലുണ്ട്, നീ മോചനം നൽകണേ റഹ്മാനെ. എത്രയോ ആളുകൾക്ക് സ്ഥലം വിറ്റ് പോകാനുണ്ട്, പണങ്ങൾ കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ട് റബ്ബേ. സ്ഥാപനത്തിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാത്തിന്റെ വഴിയും നീ തുറന്നു തരണേ റഹ്മാനെ. ഒരുപാട് പ്രവർത്തകന്മാർ അപകടത്തിൽപ്പെട്ട ആസ്പത്രിയിലുണ്ട് അല്ലാ, ICUയിൽ കഴിയുന്നവരുണ്ട് റബ്ബേ. എല്ലാവർക്കും നീ ശമനം നൽകണേ റഹ്മാനെ. പെട്ടെന്ന് ഒരുപാട് പ്രവർത്തകന്മാർ ഞങ്ങളുടെ നാട്ടിലും പരിസര നാടുകളിലും ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയി റബ്ബേ. ഞങ്ങളുടെ ഉലമാക്കൾ പ്രവർത്തകന്മാർ മരണപ്പെട്ടു പോയി അല്ലാ, അവരുടെ എല്ലാവരുടെയും ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കണേ റഹ്മാനെ, വിശാലമാക്കണേ റബ്ബേ. അവരെയും ഞങ്ങൾ മരണപ്പെട്ടുപോയ എല്ലാ ആളുകളെയും നിന്റെ സ്വർഗ്ഗലോകത്ത് നീ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരുടെയും എല്ലാ കാര്യവും നിന്റെ പൊരുത്തത്തിലാക്കണേ റബ്ബേ. ഈ സമ്മേളനത്തിന്റെ തുടക്കം മുതൽ ഇതിന്റെ അവസാനം വരെ നിന്റെ പൊരുത്തത്തിലായി നീ വിജയിപ്പിക്കണേ റബ്ബേ. ഏറ്റെടുത്ത എല്ലാ ഉലമാക്കളെയും സാദാത്തുകളെയും നേതാക്കളെയും ഞങ്ങളെ സമ്മേളനത്തിലേക്ക് നീ എത്തിച്ചു തരണേ റഹ്മാനെ. തടസ്സങ്ങൾ വരുത്തല്ലേ റബ്ബേ, മുടക്കങ്ങൾ വരുത്തല്ലേ റബ്ബേ, വിജയിപ്പിക്കണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഞങ്ങളെല്ലാവരും സാധുവായ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്തു ಅವಸಾನಿಪಿക്കുന്നു. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ. ಉಸ್ತಾದುಲ್ ಅಸಾತೀದ್ ಶೇಖುನಾ ಮಂಜನಾಲಿ ಉಸ್ತಾದರ ಜೀವನ ಮತ್ತು ಸಾಧನೆಗಳನ್ನು ತಿಳಿಸುವ ಮಂಜನಾಲಿ ಉಸ್ತಾದರ ಅನುಸ್ಮರಣ ಗ್ರಂಥ ಆಗಾಗಲೇ ಬಿಡುಗಡೆಯಾಗಿದೆ. ಎಲ್ಲರೂ ಕೈವಶ ಮಾಡಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ಸಮ್ಮೇಳನದ 20ನೇ ವಾರ್ಷಿಕೋತ್ಸವದ ಅಂಗವಾಗಿ ಹಲವಾರು ಖ್ಯಾತ ಲೇಖಕರ ಲೇಖನಿಗಳನ್ನು ಒಳಗೊಂಡ ಸುವನೀರ್ ಎಲ್ಲರೂ ಅಲ್ ಮದೀನಾದ 20ನೇ ವಾರ್ಷಿಕದ ಸುವನೀರನ್ನು ಸ್ವೀಕರಿಸಬೇಕು. ಅಲ್ ಮದೀನಾದ 20 ವರ್ಷಗಳ ಸಾಧನೆ, ಶೇಖುನಾ ಅಬ್ಬಾಸ್ ಉಸ್ತಾದರ ಸಾಧನೆ, ಅಲ್ ಮದೀನಾದ ಕರಾಮತುಗಳ ಬಗ್ಗೆ ವಿವರಣೆಯನ್ನು ನೀಡುವ, ಈ ಸಂಸ್ಥೆಯಲ್ಲಿ ಕಲಿಯುವ ಅನಾಥ ಮಕ್ಕಳ ಬಗ್ಗೆ ವಿವರಣೆಯನ್ನು ನೀಡುವ ಅಲ್ ಮದೀನಾ ದ್ವಿದಶಕ ಸಾಧನೆಯ ಶೃಂಗದಲ್ಲಿ ಎಂಬ ಸಿಡಿ ಕೂಡ ಬಿಡುಗಡೆಯಾಗಿದೆ. ಎಲ್ಲರೂ ಸ್ವೀಕರಿಸಬೇಕು. ಅಲ್ ಮದೀನಾದ ಬಗ್ಗೆ ಹಾಡುಗಳನ್ನೊಳಗೊಂಡ ಅತ್ಯುತ್ತಮವಾದ ಸಿಡಿ, ಅದೇ ರೀತಿ ಅಲ್ ಮದೀನಾದ ಸರ್ವ ಪ್ರಕಾಶನವನ್ನು ತಾವು ಸ್ವೀಕರಿಸಿ ಆಶೀರ್ವದಿಸಬೇಕಾಗಿ ಈ ಸಂದರ್ಭದಲ್ಲಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ವಿಶೇಷವಾಗಿ ಅಲ್ ಮದೀನಾಕ್ಕೆ ಭೇಟಿ ನೀಡಿದ ವಿದೇಶಿ ಗಣ್ಯರು, ಅದೇ ರೀತಿ ಸಾಮಾಜಿಕ, ರಾಜಕೀಯ, ಧಾರ್ಮಿಕ ಮುಖಂಡರುಗಳು, ಅವರೆಲ್ಲರನ್ನು ಶೇಖುನಾ ಅಬ್ಬಾಸ್ ಉಸ್ತಾದ್ ಅವರೊಂದಿಗೆ ದೃಶ್ಯಗಳು, ವಿದೇಶದಲ್ಲಿರುವ ದೃಶ್ಯಗಳು, ಸಂಸ್ಥೆಯ 20 ವರ್ಷಗಳ ಸಾಧನೆಗಳನ್ನು ತಿಳಿಸುವ ಒಂದು ಇನ್ಸೈಟ್ 2013 ಎಂಬ ಒಂದು ಪುಸ್ತಕ, ಹಲವಾರು ಚಿತ್ರಗಳನ್ನು ಒಳಗೊಂಡ ಪುಸ್ತಕ ಬಿಡುಗಡೆಯಾಗಿದೆ. ಎಲ್ಲರೂ ತಮ್ಮ ಕೈವಶ ಮಾಡಬೇಕಾಗಿ ಈ ಸಂದರ್ಭದಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. ಇದೀಗ ನಾವು ಜಿಕ್ರ್ ಮಜ್ಲಿಸ್ ನಡೆಗೆ ಮುನ್ನುಗ್ಗುತ್ತಾ ಇದ್ದೇವೆ.